ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ സാധാരണഗതിയിൽ ആശുപത്രിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനോട് ദാക്ഷിണ്യപൂർവ്വമുള്ള സമീപനമല്ല, അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെയുള്ള ഇടപെടലാണ് നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് വലിയ തോതിൽ അന്വേഷിച്ച് കണ്ടെത്തി അതിന് വലിയ പ്രചരണം കൊടുത്ത് കേരളത്തിലെ ആരോഗ്യരംഗമാകെ തകർന്നു പോയിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം. നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ജീവൻ രക്ഷിക്കാൻ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. ആ ഘട്ടത്തിൽ സംഭവിച്ചു പോകുന്ന എന്തെങ്കിലും കൈപ്പിഴയുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാനോ അതിനെ സംരക്ഷിക്കാനോ ആരും തയ്യാറുമല്ല. അതുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ വിമർശിക്കേണ്ടത്. എന്നാൽ സർക്കാർ സംവിധാനത്തെ വലിയ തോതിൽ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആശുപത്രികളിൽ, വൻകിട സ്വകാര്യ ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൈപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു നേരെ പൂർണ്ണമായി കണ്ണടച്ച് കളയുകയാണ്. അത് കാണുന്നില്ല, അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. സർക്കാർ അവിടെയായാലും സർക്കാർ ഉടമസ്ഥരുടേതായാലും വീഴ്ചയായി തന്നെ കണ്ടുകൊണ്ട് നടപടി സ്വീകരിച്ചു പോവുകയാണ്. ഇവിടെ ആശുപത്രി രംഗത്ത്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അർപ്പണബോധം, അവരുടെ മനോവീര്യം, ഇതെല്ലാം തകർക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുവെന്നത് നാം ഗൗരവമായി കാണണം.